തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എൻ്റെ സുഹൃത്തുക്കളെ, ബുർദ ഒരു ഫസ്ലെങ്കിലും പാരായണം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വലിയ നേട്ടമാണത്. ഒരുപാട് ഫലങ്ങൾ അതിനുണ്ട്. ബുർദക്ക് വലിയ ഫലങ്ങളുണ്ട്, ഒരുപാട് ഫലമുണ്ട്. ഒറ്റ ഒരു അനുഭവമാണ് ഞാൻ പറയാം. ഞാൻ കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ട് കുട്ടി ആയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ബുർദ ചൊല്ലാൻ വേണ്ടി നേർച്ചയാക്കി. അങ്ങനെ ഞങ്ങൾ ബുർദ ചൊല്ലി അൽഹംദുലില്ലാഹ് റബീഉൽ അവ്വലിൽ ഭാര്യ ഗർഭിണിയായി. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, ഇതിപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ഒരു ഇതുണ്ടാവുമല്ലോ, എന്നാൽ പിന്നെ നമുക്ക് പ്രസവം വീട്ടിലാക്കാൻ തീരുമാനിച്ചു. അത് ഞങ്ങളെ ഇഷ്ടമാണ്, എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഏതായാലും ആ പ്രസവം ആരെയും പുറത്ത് കാണിക്കണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ ഗർഭം നമ്മൾ എന്ത് ചെയ്തില്ല, ഡോക്ടറെ അടുത്ത് പോയില്ല, സ്കാനിങ് എടുത്തില്ല, ഗുളിക കഴിച്ചില്ല, ഒന്നും ചെയ്തില്ല. അത് അതിൻ്റെതായ സന്തോഷത്തിൽ ബുർദയും ചൊല്ലിയും മൗലിദ് ചൊല്ലിയും അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലിയും അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ അത് സമയമായപ്പോൾ വീട്ടിൽ നിന്ന് ഒരു തിങ്കളാഴ്ച സുബഹിൻ്റെ മുമ്പ് നല്ല സമയത്താണ് പ്രസവിച്ചത്. അതായത് നമ്മളെ കുട്ടികളൊക്കെ നന്നാക്കി തെരുമാറാവട്ടെ. അപ്പോൾ 4 മാസമായപ്പോൾ ബഹുമാനപ്പെട്ട സുൽത്താനോടുള്ള ഉസ്താദിനോട് ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഇങ്ങനെ ഭാര്യ പ്രഗ്നൻ്റ് ആണ്. ഉസ്താദ് പറഞ്ഞു മുഹമ്മദ് ഹസൻ പേര്, വേറെ വർത്താനൊന്നുമില്ല, ഞാൻ ആകെ ദ്വാരക്കാനാണ് പറഞ്ഞത്. പറഞ്ഞു മുഹമ്മദ് ഹസൻ പേര്. അപ്പോൾ തന്നെ പേരൊന്ന് നിശ്ചയിച്ചു. അങ്ങനെ 18ാമത്തെ വയസ്സ് മുതൽ ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എന്നെ വല്ലാതെ തർബിയത്ത് ചെയ്ത് തന്നിട്ടുള്ള ഒരു മഹാപണ്ഡിതനാണ് റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്. അല്ലാഹു തആല ആഫിയത്തുൽ ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. അവരുടെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു, ഭാര്യ വീട്ടിൽ പ്രസവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഹോസ്പിറ്റലൊന്നും പോയിട്ടില്ല. അത് ഹോസ്പിറ്റലിനോട് എതിരുണ്ടായിട്ടല്ല കേട്ടോ, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്, ആ അർത്ഥത്തിലാണ്. ഉസ്താദ് പറഞ്ഞേക്കോട്ടെ, വീട്ടിൽ നിന്ന് സുഖപ്രസവം നടക്കും. അങ്ങനെ വീട്ടിൽ നിന്ന് പ്രസവം നടന്ന് കഴിഞ്ഞ് ആ വാർത്ത പറയാൻ വേണ്ടി ഉസ്താദിൻ്റെ അടുത്ത്, സുലൈമാൻ ഉസ്താദിൻ്റെ അടുത്ത് ഞാൻ ചെന്നു. ഞാൻ പറഞ്ഞു, ഭാര്യ പ്രസവിച്ചു. അപ്പോൾ എന്ത് കുട്ടിയാണ്? ആൺകുട്ടിയാണ്. അപ്പോൾ ഉസ്താദ് പറയാണ്, നമുക്ക് മുഹമ്മദ് ഹസൻ എന്ന് പേരിടാം. 4ാം മാസത്തിൽ സുൽത്താനുള്ളവൻ പറഞ്ഞ പേര് പ്രസവിച്ച ഉടൻ അതേ പേരാണ് സുലൈമാൻ ഉസ്താദ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദേ ഈ പേര് 4 മാസമായപ്പോൾ ഉസ്താദ് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ സുലൈമാൻ ഉസ്താദ് പറഞ്ഞു, ഞങ്ങൾ രണ്ടാളും ഒന്നാണെന്ന്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. അനുഭവമാണ് സുഹൃത്തുക്കളെ, അനുഭവം. പാപികൾക്കും അനുഭവം ഉണ്ടാവുമെന്ന് മനസ്സിലായില്ലേ? എന്തായാലും എൻ്റെ അത്ര പാപികളാവില്ല എന്ന് എനിക്കുറപ്പാണ്. അതുകൊണ്ട് പാപികൾക്ക് തന്നെ അനുഭവം ഉണ്ടാകാമെങ്കിൽ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലാഹു തആല നന്നാക്കി തെരുമാറാവട്ടെ. അവസാനിപ്പിക്കും.